നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിബറ്റിൽ 1 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായി ഉണ്ടായ 6 ഭൂചലനങ്ങളിൽ മരണസംഖ്യ ഉയരുകയാണ്. നേപ്പാളിലുണ്ടായ കനത്ത ഭൂകമ്പത്തിൽ മരണസംഖ്യ 100 അടുക്കുന്നു. 130-ലധികം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബീഹാർ, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 6:35 റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആദ്യഘട്ട ഭൂചലനത്തിന് ശേഷം 7 മണിയോടെ 4.7, 4.9 തീവ്രതയിലും നേപ്പാളിൽ ഭൂചലനമുണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് പറയുന്നു. ചൈനയിലെ ഷിഗാറ്റ്സെ പട്ടണത്തിലെ ടിങ്കറി കൌണ്ടിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ടിബറ്റിന്റെ തലസ്ഥാനത്ത് നിന്ന് 400 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ടിങ്കറി നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മേഖല കൂടിയാണ്. എവറസ്റ്റ് സന്ദർശിക്കാൻ എത്തുന്നവരുടെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ടിങ്കറി കൌണ്ടി. നേപ്പാളിന്റെ ഭൂപ്രകൃതിയാണ് അടിക്കടി നേപ്പാളിൽ ഭൂചലനത്തിന് കാരണമാകുന്നത്. 2015 റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 9,000 പേർ മരിക്കുകയും 22,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും പല പ്രദേശങ്ങളിലും ഇതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരമാണ് മരണസംഖ്യ 100 അടുക്കുന്നത്. അതിനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഏകദേശം 100ഓളം പേർക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പ്രഭവ കേന്ദ്രത്തിന് സമീപം നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലും പശ്ചിമ ബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. അവിടുത്തെ സമീപവാസി പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഉറങ്ങുകയായിരുന്നു. കിടക്ക വിറയ്ക്കുന്നത് കണ്ടപ്പോൾ കുട്ടി കിടക്ക നീക്കുകയാണെന്ന് ഞാൻ കരുതി. ജനാലയും കുലുങ്ങാൻ തുടങ്ങിയതോടെ ഭൂകമ്പമാണെന്ന് ഉറപ്പിച്ചു. വേഗം കുട്ടിയെയും വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി തുറസായ സ്ഥലത്തേക്ക് പോയി. കാഠ്മണ്ഡുവിൽ താമസിക്കുന്ന മീരയുടെ വാക്കുകളാണിത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ട് പ്രകാരം നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള സിസാങ്ങിൽ രാവിലെ 6:35 7.1 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂകമ്പമുണ്ടായത്. ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സെ നഗരത്തിൽ റിക്ടർ സ്കെയിലിൽ 6.8 രേഖപ്പെടുത്തി 4.7, 4.9 തീവ്രതയുള്ള 2 തുടർചലനങ്ങൾ സിസാങ്ങിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷിഗാറ്റ്സെ നഗരത്തിന്റെ 200 കിലോമീറ്ററിനുള്ളിൽ 3 അതിലധികമോ തീവ്രതയുള്ള 29 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളും ഇതിനു മുൻപ് ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005 ഭൂചലനത്തിൽ 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനിയും ആളുകളെ രക്ഷപ്പെടുത്താനുണ്ട്. കെട്ടിടത്തിനടിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അധികൃതർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനിയും മരണസംഖ്യ ഉയരും.